സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന അധ്യായത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത് അവസാനിപ്പിച്ച ചോദ്യം 3ാമത്തെ ചോദ്യത്തിന് ഏകദേശം സമാനമായിട്ടുള്ള എങ്കിൽ അല്പം കൂടി ചെറിയൊരു വ്യത്യാസം വരുന്നതായിട്ടുള്ള ഒരു ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. ചോദ്യം ബോർഡിലുണ്ട്, എല്ലാവരും നോക്കുക. ചോദ്യം ഇതാണ്: 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13, etc. gave 256. How many terms were added? ചോദ്യം മനസ്സിലായോ? എന്താണ് ചോദ്യം? 9, 11, 13, etc. എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളോട് 16 കൂട്ടിയാൽ 256 കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: sum to n terms of this arithmetic sequence 9, 11, 13, etc. plus 16 gives 256. കിട്ടിയല്ലോ? മനസ്സിലായല്ലോ? സം ടു n terms, അതിന്റെ കൂടെ 16 added to the sum of first few terms. അപ്പോൾ Sn is n by 2 into 2a plus n minus 1 into d. That is Sn. Plus 16 gives 256. അതിനോട് 16 കൂട്ടുമ്പോൾ 256 കിട്ടും. Then നമുക്ക് എ അറിയാം, ഡി അറിയാം, എൻ ആണ് കാണേണ്ടത് അല്ലെ? എത്ര? നമ്മുടെ ചോദ്യത്തിൽ എ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം 9. ദെൻ ഡി എത്ര? ഡി കോമൺ ഡിഫറൻസ് 11 മൈനസ് 9 എത്ര? 2 ആണ്. അതൊക്കെ നമുക്കറിയാം. ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n by 2 into 9 plus n minus 1 into 2 plus 16 is equal to 256. ഇനി കഴിഞ്ഞ പ്രോബ്ലം പോലെയാണെന്ന് പറഞ്ഞു, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇവിടെ ഒരു പ്ലസ് 16 വന്നിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതങ്ങോട്ട് കൊണ്ടുപോകരുത്, പകരം പ്ലസ് 16 അങ്ങോട്ട് മാറ്റി മൈനസ് ചെയ്ത് കളയുക. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത by 2 into 18 plus then expand this n minus 1 into 2, 2n minus 2 plus 16 എന്നുള്ളത് അപ്പുറം പോട്ടെ. അപ്പോൾ is equal to 256 minus 16. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഈ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. എങ്ങനെ? n by 2 into 18 minus 2, 16, 2n വേറെ 2n plus 16 എന്നെഴുതാം. ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോഴും പറഞ്ഞു 18 plus 2n 20 എന്നൊന്നും എഴുതി വെക്കരുതേ. ലൈക്ക് ടേംസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ് വേറെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 2n 18 മൈനസ് 2 16 ഈക്വൽസ് 256 മൈനസ് 16 ഈസ് ഈക്വൽ ടു 240. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടുമോ നോക്കാം. നോക്കുക, എല്ലാവരും എഴുതി നോക്കുക. n into 2n plus 16 is equal to 240 into 2 അങ്ങോട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Then again n into 2n, 2n square plus n into 16, 16n is equal to 240 into 2, 480. 240 ആണ്. 240 into 2, 480. Then നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. If all the terms of an equation is divisible by any common number, then we can divide each term by that number to simplify that equation. എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇവിടെ 2 ഉണ്ടെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. This divide by 2, each term divide by 2. Then this equation becomes n square plus 8n is equal to 240 എന്നായിട്ട് മാറി. ഇപ്പോ നമ്മൾ മുൻപ് ചെയ്ത് പരിചയിച്ച ഒരു ചോദ്യം പോലെ എത്തിയല്ലോ. അപ്പോൾ n സ്ക്വയർ പ്ലസ് 8n ഇസ് ഈക്വൽ ടു 240 എന്നുള്ളത് സോൾവ് ചെയ്യാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്, ഇതിനെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ നമ്മൾ എന്താ ചെയ്യുക? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണോ എന്ന് നോക്കി. ഓക്കെ, ദെൻ n ന്റെ കോഎഫിഷ്യന്റ് ഓഫ് 8n ഈസ് 8. 8ന്റെ ഹാഫ് ഓഫ് 4, 8ന്റെ പകുതി 4, അതിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ
16 ഈക്വലിന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്തു. അപ്പൊ എന്തായി നോക്കലേ, n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 എന്നത് n പ്ലസ് 4 ഹോൾ സ്ക്വയർ ആയി. ഈ 16 എന്നത് 4ന്റെ സ്ക്വയർ ആണ്. ഇവിടെ 1 കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് ഇവിടെ n എഴുതാം. n പ്ലസ് 4 ഹോൾ സ്ക്വയർ, n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 16 എന്ന് മാത്രം എഴുതാൻ പാടില്ല. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൂടാതെ 2ab നടുക്ക് വരണം. പഴയ കാര്യങ്ങൾ ഈസ് ഈക്വൽ ടു 256. ഇനി n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256 എന്നുള്ളത് നമുക്ക് n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 സ്ക്വയർ എന്ന് എഴുതാം. 16 സ്ക്വയർ എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് എഴുതണമെന്നും പറഞ്ഞു. അപ്പോ നെക്സ്റ്റ് ലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, സ്ക്വയർ മാറ്റുന്നു എന്ന് വെച്ചാൽ ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അല്ലാതെ 2 കട്ട് ചെയ്ത് പോവുകയല്ല കേട്ടോ, ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുതേ. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്തും നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ n പ്ലസ് 4 ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് n പ്ലസ് 4 എന്നാവും, പ്ലസ് 16 ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഓർ മൈനസ് 16 എന്നും ആയി മാറും. ഇനി നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. n പ്ലസ് 4 16ഉമാണ്, n പ്ലസ് 4 നെഗറ്റീവ് 16ഉമാണ്. n പ്ലസ് 4 16 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 16 മൈനസ് 4 എത്ര, 12 എന്ന ആൻസർ കിട്ടി. ഇവിടെ n മൈനസ് 16 മൈനസ് 4 നമുക്ക് ബാക്കി അങ്ങോട്ട് പോകണ്ട, മൈനസ് 20. എന്തുകൊണ്ട്, we have to find out the number of terms. How many terms are to be added എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര പദങ്ങൾ കൂട്ടിയാൽ. നമുക്കൊരിക്കലും നെഗറ്റീവ് പദങ്ങളുടെ എണ്ണം പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് എത്ര പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി 12. സോ number of terms to be added is equal to 12. So that is the answer. Okay. കൂട്ടുകാരെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, an isosceles triangle has to be made like this. The height should be 2 meter less than the base and the area of the triangle should be 12 square meter. What should be the length of its sides? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഷുഡ് ബി 2 meter less than the base. ബേസ് എത്രയാണോ അതിനേക്കാൾ 2 meter കുറവായിരിക്കണം ഹൈറ്റ്. അപ്പൊ ബേസ് എത്ര, ഹൈറ്റ് എത്ര എന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറയാലോ. ബേസ് എത്ര, ഹൈറ്റ് എത്ര. ഹൈറ്റ് ഈസ് 2 meter less than the base എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബേസ് എത്രയെന്ന് എടുക്കും, നമുക്ക് പറയാം ബേസ് ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. ആൻഡ് ഹൈറ്റ് എക്സ് മീറ്റർ ആണെങ്കിൽ ഹൈറ്റ് എത്രയാവെന്ന് പറയാലോ, എക്സ് മൈനസ് 2. കണ്ടോ, അതാണ് കണ്ടീഷൻ. ദ ഹൈറ്റ് ഷുഡ് ബി 2 meter less than the base. ബേസ് എക്സ് ആണെങ്കിൽ, ഇത് എക്സ് ആണെങ്കിൽ ഹൈറ്റ് 2 meter less than the base, അതായത് എക്സ് മൈനസ് 2. അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ദെൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷുഡ് ബി 12 square meter. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അപ്പോൾ ഏരിയ ഹാഫ് ബി എച്ച്, സിമ്പിൾ അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ബി എച്ച്. ഹിയർ ഏരിയ ഇസ് ഗിവൺ ദാറ്റ് 12 square meter. ഏരിയ കാണുന്നത് എങ്ങനെയാണ്, ഹാഫ് ബി എച്ച് ആണ് ഏരിയ. നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ എക്സും എക്സ് മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ഇൻറ്റു ഹൈറ്റ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു ഏരിയ 12. കണ്ടോ, ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ഹൈറ്റ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു ഏരിയ 12. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എങ്ങനെയാ സോൾവ് ചെയ്യുക, ഇവിടെ ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ഈ 2 ആദ്യം തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം അല്ലെ. അപ്പൊ എന്തായി, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്, എക്സ് ഇൻറ്റു മൈനസ് 2x ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2. കണ്ടോ, 2 അങ്ങോട്ട് കൊണ്ടുപോയി 12 ഇൻറ്റു 2 ആയി. എക്സ് അകത്തേക്ക് കയറ്റി എക്സ്പാൻഡ് ചെയ്യും, എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് 2. ശരി, എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 12 24. ഇത്രയും ആയല്ലോ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ബാക്കി. ഇത്രയും ആയതിനു ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുന്നു, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 1, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈസ് 2, മൈനസ് 2 ആണ്, നമുക്ക് 2 പറയാം. 2ന്റെ ഹാഫ് ഓഫ് 2 ഈസ് 1, 1 square is 1. So multiply, adding 1 on both sides of the equality. ഇക്വാലിറ്റിയുടെ അപ്പുറവും ഇപ്പുറവും 1 ആണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഹോൾ സ്ക്വയർ ആയി
എത്ര സ്ക്വയർ എന്ന് നിങ്ങൾ പറ. എത്രയുടെ സ്ക്വയർ ആണത്? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്നത് എന്തിന്റെ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. കണ്ടോ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസിക്കൽ ഇത് എത്രയാ? 25 ആണ്. 24 പ്ലസ് 1 25. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. പ്ലസ് ഓർ മൈനസ് 5 സ്ക്വയർ. കണ്ടോ? then x minus 1 is equal to plus or minus 5. അത് പ്ലസ് 5ഉം മൈനസ് 5ഉം ഇട്ട് രണ്ടായിട്ട് എഴുതി നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. എങ്ങനെയാണ്? എക്സ് മൈനസ് 1 is equal to positive 5. എക്സ് മൈനസ് 1 is equal to negative 5. then x is equal to 5 plus 1 x 6 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റി? എക്സ് ഇസ് ഈക്വൽ ടു -5 പ്ലസ് 1 ആണ്. -4 ദാറ്റ് വാല്യൂ ഈസ് ഇമ്പോസിബിൾ അല്ലെ? നെഗറ്റീവ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് -4 അവിടെ ബേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇതെടുക്കണ്ട, ഇതെടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 6. ഇനി നമ്മുടെ ചോദ്യത്തിൽ എക്സ് എന്തായിരുന്നു? എക്സ് എന്ന് പറഞ്ഞ ബേസ് ആയിരുന്നു. ബേസ് എക്സ്. അപ്പോ ഹൈറ്റ് എത്ര? കണ്ടോ? അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ബേസ് 6 മീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനേക്കാൾ 2 കുറവെന്ന് പറഞ്ഞു 4 മീറ്റർ എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം ഫൈൻഡ് ബേസ് ആൻഡ് ഹൈറ്റ് എന്ന് മാത്രമല്ല, എന്താണ്? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ്. അപ്പൊ നമുക്ക് സൈഡ്സ് കാണാനായിട്ട് ഈ ട്രയാങ്കിൾ ഹാഫ് വരച്ചിരിക്കുകയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത് ഹാഫ്. ഈ പകുതി ഇങ്ങോട്ട് മാറ്റി വരച്ചു. അതില് ഇത് എത്ര? 3. കണ്ടോ? 3 6 ആണ് നമുക്ക് കിട്ടിയത് ബേസ്. അപ്പൊ 3 ദെൻ ഇത് എത്രയെന്നാ പറഞ്ഞ? 6 - 2 4 എന്നാ പറഞ്ഞ അല്ലെ? ഹൈറ്റ് 4 ആണ്. ബേസ് 6 ആയിരുന്നു. അതിന്റെ പകുതിയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതെങ്ങനെ കാണും? ഇതെന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ അത്? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഇവിടെ സൈഡ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 16 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 25 ദാറ്റ് ഈസ് 5. കണ്ടോ? 5 എന്ന് കിട്ടി. അപ്പൊ ഇത് 5. എന്താണ് 5? സൈഡ് ഓഫ് ട്രയാങ്കിൾ. സോ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. കണ്ടോ? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സ് 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? പ്രിയ കൂട്ടുകാരെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ചോദ്യം: എ 2.6 meter long road lean against a wall. Its foot 1 meter from the wall. When the foot is moved a little away from the wall, its upper end slides the same length down. How much farther is the foot moved? ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഭിത്തിയില് ഒരു റോഡ് ചാരി വെച്ചിട്ടുണ്ട്. 2.6 meter റോഡ്. 2.6 meter റോഡ്. ഒരു ഇൻപതുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ് ചാരി വെച്ചിരിക്കുന്നു. ഒരു ഭിത്തിയില് 2.6 meter ലെങ്ത് ഉള്ള ഒരു കമ്പ് ചാരി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാവോ? അല്ലെങ്കിൽ ഒരു ലാഡർ ചാരി വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കാര്യം സംഭവിക്കുന്നതാണ്. ഈ ലാഡറിന്റെ ചുവട് തെന്നിപ്പോകും. ഈ ചുവട് അങ്ങോട്ട് തെന്നിപ്പോകുമ്പോൾ മുകളിൽ നിന്നും ഇറ്റ് വിൽ സ്ലിറ്റ് ഡൗൺ. അത് താഴത്തേക്ക് തെന്നി ഇറങ്ങി വെച്ചു. അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ലാഡറിന്റെ ഫുട്ട് അല്ലെങ്കിൽ ഈ റോഡിന്റെ ഫുട്ട് അങ്ങോട്ട് തെന്നിപ്പോയി. ഇവിടം വരെ തെന്നിപ്പോയി എന്ന് കരുതുക. ഇത്രയും ഡിസ്റ്റൻസ് തെന്നിപ്പോയി. എത്ര ഡിസ്റ്റൻസ് അറിയില്ല, അതാ കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ്. ഇറ്റ്സ് ഫുട്ട് മൂവ്ഡ്. അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് എക്സ് എന്ന് കരുതുക. ആ ഡിസ്റ്റൻസ് തന്നെ എന്തുപറ്റി? മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ താഴത്തേക്ക് പോകുന്ന ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറയും. എപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് തെന്നി നീങ്ങുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നതും താഴുന്നതും സെയിം ഡിസ്റ്റൻസ് അല്ല. പക്ഷെ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി. ഏതൊക്കെ? ABC എന്ന് പറയുന്ന ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളും ദെൻ ആ ലാഡർ താഴത്തേക്ക് തെന്നി പോന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ PBR എന്ന് പറയുന്ന 2 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഈ 2 റൈറ്റ് ട്രയാങ്കിളും കൂടെ നമുക്ക് ചേർത്ത് ആലോചിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഈ ചോദ്യത്തിൽ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഹൈപ്പോടെന്യൂസ് എത്ര? ആദ്യത്തെ ABC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസ് എത്ര? ABCയുടെ 2.6 ആണ് ഹൈപ്പോടെന്യൂസ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്,
its foot 1 meter from the wall. ഇതിന്റെ ഫുട്ട് ഈ 1 meter away from the wall, foot of the wall എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 1 ആണ്. എങ്കിൽ എ ബി കാണാമല്ലോ, എ ബി ഈ ലെങ്ത് കാണാമല്ലോ. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോടെന്യൂസ് സ്ക്വയർ മൈനസ് base square. Altitude is equal to root of hypotenuse square minus base square. So AB is equal to root of 2.6 square minus 1 square. That is equal to 2.6 square എത്രയാണ്? 26ന്റെ സ്ക്വയർ എത്രയാണ്? 676 ആണ്. മൈനസ് അപ്പോൾ 2.6ന്റെ സ്ക്വയറോ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് ആണ്, സ്ക്വയറിൽ 1ന്റെ ഇരട്ടി 2 ഡിജിറ്റ്സ്. 6.76 minus 1 square 1. That is equal to root of 5.76 that is equal to 2.4 meter എന്ന് കിട്ടും. 576ന്റെ സ്ക്വയർ റൂട്ട് 24 ആണ്. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്, സ്ക്വയർ റൂട്ട് വരുമ്പോൾ അതിന്റെ ഹാഫ് ആവും. പോയിന്റിന് ശേഷം 4 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് വരുമ്പോൾ അതിന്റെ ഹാഫ് 2 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ 2.4 ആണ് എ ബി. 2.4 ആണ് എ ബി, ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്ത്. ഇനി എ പി എക്സ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആ സ്ലിറ്റ് ഡൗൺ എന്ന് പറയുന്ന ഡിസ്റ്റൻസും അങ്ങോട്ട് മൂഡ് എവേ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും സെയിം ആയിരുന്നു. അപ്പൊ ഈ എക്സ് തന്നെ എടുത്തു. എങ്കിൽ ഈ പി ബി എത്രയാണ്? പി ബി നമ്മളിപ്പോ എ ബി 2.4 പറഞ്ഞു, കിട്ടി. അതുകൊണ്ട് പി ബി എന്ന് പറയുന്നത് 2.4 മൈനസ് എക്സ് എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ എ ബിയുടെ ലെങ്ത് 2.4 എന്ന് കണ്ടുപിടിച്ചു. ഇത്രയും എക്സ് ആണെങ്കിൽ ബാക്കി പി ബി ഈക്വൽ ടു എത്ര? 2.4 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി ആ ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ട്രയാങ്കിൾ, സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ സെക്കൻഡ് കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ട്രയാങ്കിളിന്റെ പേരെന്താ? പി ബി ആർ എന്ന് പറയുന്ന ട്രയാങ്കിളില് ബി ആർ എത്ര? ബേസ് എത്ര? 1+x ആണ്. 1+x. ഹൈറ്റ് എത്ര അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്ര? പി ബി 24 മൈനസ് എക്സ് ആണ്. ഇത് നമ്മൾ ഈ അകത്തെ ഈ ട്രയാങ്കിൾ പറയുന്നത് കേട്ടോ. ഇതില് ഹൈപ്പോടെന്യൂസ് എത്ര? പി ആർ. പി ആർ എന്നതിന് മാറ്റമില്ല. ആ ചാരി വെച്ചിരുന്ന അതേ കമ്പ് തന്നെയല്ലേ താഴത്തേക്ക് ചരിഞ്ഞു വന്നത്, അതിന് മാറ്റമില്ല. അതെത്ര തന്നെ? 2.6 തന്നെയാണ് കേട്ടോ. ഇപ്പോ ഇവിടെ ഒരു 3 sides of a right triangle are given. So using പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് we can find out the value of x. എങ്ങനെയാണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ആണ്. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. ബേസ് 1+x ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 24 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് 2.6 സ്ക്വയർ. മനസ്സിലായോ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ 1+x ഹോൾ സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 24 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ 2.6 സ്ക്വയർ. നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. a പ്ലസ് ബി ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ പ്ലസ് 2ab 2 into 1 into x 2x പ്ലസ് b സ്ക്വയർ x സ്ക്വയർ. കണ്ടോ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ എഴുതി. a പ്ലസ് ബി ഹോൾ സ്ക്വയർ. then a മൈനസ് ബി ഹോൾ സ്ക്വയർ എത്ര? 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ. 2.4ന്റെ സ്ക്വയർ 5.76 മൈനസ് 2ab 2 into 2.4 into x എത്ര? 4.8x പ്ലസ് b സ്ക്വയർ xന്റെ സ്ക്വയർ x സ്ക്വയർ. കണ്ടോ? ഈസ് ഈക്വൽ ടു 2.6 സ്ക്വയർ. 2.6 സ്ക്വയർ 6.76. കണ്ടോ? ഒരു നീളമുള്ള ഇക്വേഷൻ ഒക്കെ തോന്നും, പക്ഷേ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇതിനകത്തൊന്നും ഉണ്ടായില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. നോക്കാം നമുക്ക് എന്താണ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നോക്കിയേ, 1 പ്ലസ് 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 5.76 എന്നൊക്കെ വന്നിരിക്കുന്നു. 5.76ഉം 1ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്രയാ? 6.76. 6.76. 2xും മൈനസ് 4.8x കൂടെ ആഡ് ചെയ്യുമ്പോഴോ ലൈക്ക് ടേംസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ x ഉള്ള ടേംസ് 2x മൈനസ് 4.8x മൈനസ് 2.8x. കണ്ടോ? 4.8ൽ നിന്ന് 2 മൈനസ് ചെയ്യുകയാണ്. അപ്പൊ 2.8 ആവുകയെ. 2.8x. കണ്ടോ? ഇത് രണ്ടും പോയി. x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറോ 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു 6.76 എന്ന് വന്നു. കണ്ടോ? ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ഒന്നുകൂടെ. 2x സ്ക്വയർ ആദ്യം എഴുതി, മൈനസ്
2.8x എഴുതി ഈക്വൽ 6.76 മൈനസ് 6.76 ഇതപ്പുറം പോയി. നമ്മൾ പതിവ് ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തു. ഇത് മൈനസ് ചെയ്തപ്പോൾ 0 ആയി, അവിടെ ഒന്നുമില്ല. 2x² minus 2.8x is equal to 0. Then, if all the terms of an equation are divisible by a common factor, we can divide this number by 2. All the numbers, all the coefficients by 2. So, this becomes x² minus 1.4x is equal to 0 by 2, 0. കണ്ടോ, മനസ്സിലായല്ലോ? എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി നമുക്ക് സോൾവ് ചെയ്യാം. x² മൈനസ് 1.4x is equal to 0 എന്ന് വന്നു. ഇത് സോൾവ് ചെയ്യാനായിട്ട് x² ഇതാണ് നമ്മുടെ ഇക്വേഷനെ. x² മൈനസ് 1.4x is equal to 0 എന്ന് വന്നേ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഈക്വലിന് റൈറ്റ് സൈഡിൽ 0 ആയാൽ, ശ്രദ്ധിക്കണം, ഈക്വലിന് റൈറ്റ് സൈഡിൽ 0 ആയാൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോമൺ ഫാക്ടർ പുറത്തേക്ക് മാറ്റിയെടുക്കാം. x² മൈനസ് 1.4xലെ കോമൺ ഫാക്ടർ x ആണ്. x അല്ലേ? x ഇൻറ്റു x മൈനസ് 1.4 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എപ്പോഴത്തെ കാര്യം മനസ്സിലായോ? ഈക്വൽ ടു 0 എന്ന് വന്നാൽ, ഈക്വൽ ടു 0 എന്ന് വന്നാൽ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് ഹാഫിന്റെ സ്ക്വയർ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി, ലെഫ്റ്റ് സൈഡിൽ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്താൽ മതി. ഈക്വൽ ടു 0 വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കോമൺ ഫാക്ടർ ആയിട്ട് എക്സ് പുറത്തെടുക്കുന്നു. അപ്പൊ x² x എടുത്താൽ എക്സ്, 1.4xലെ എക്സും പുറത്തു വന്നു, ബാക്കി 1.4. കണ്ടോ, x ഇൻറ്റു എക്സ് x² ആണ്. x ഇൻറ്റു 1.4 1.4x. അപ്പോ ഇവിടെ x ഇൻറ്റു എക്സ് മൈനസ് 1.4 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അതിന്റെ മീനിങ് എന്താണെന്ന് പറയാവോ? ഇഫ് 2 numbers ആർ മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് 0, 2 numbers മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുകയാണെങ്കിൽ അതിലൊന്നെങ്കിലും 0 ആയിരിക്കണ്ടേ? ഈ 2 സംഖ്യകൾ ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിലും 0 ആയാലേ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ x 0 ആകണം, അല്ലെങ്കിൽ x മൈനസ് 1.4 0 ആകണം. കണ്ടോ, x 0 ആകണം, അല്ലെങ്കിൽ x മൈനസ് 1.0, അതായത് x ഈസ് ഈക്വൽ ടു 1.4 ആകണം. ഇനി 2 ആൻസർ കിട്ടി. അപ്പൊ ഈ ലാഡർ അല്ലെങ്കിൽ ഈ ചാരി വെച്ചിരിക്കുന്ന റോഡ് ഒന്നുകിൽ, ഈ കണ്ടീഷൻ ഇതായിരുന്നു, അങ്ങോട്ട് നീങ്ങുന്ന അത്രയും തന്നെ താഴത്തേക്ക് പോരണം എന്നുള്ള കണ്ടീഷനാണ്. ഒന്നുകിൽ x 0 എന്ന് വെച്ചാൽ എന്താ, അങ്ങോട്ട് മൂവ് ചെയ്തില്ല, അനങ്ങിയില്ല. അനങ്ങിയില്ലെങ്കിൽ ശരിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്ന ദൂരം എന്ന് പറഞ്ഞാൽ അനങ്ങിയില്ല, 0. അപ്പോ ഒരു ആൻസർ 0. പക്ഷെ നമ്മളുടെ ചോദ്യത്തിൽ മൂവ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ആൻസർ. ദെൻ 1.4 അങ്ങോട്ട് നീങ്ങിയതും താഴത്തേക്ക് ഇറങ്ങി വന്നതുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്ര? 1.4. അപ്പോൾ ഹൗ മച്ച് ഫാർദർ ഇസ് ദ ഫുട് മൂവ്ഡ്, ആ പാദം, ഈ താഴെ ഭാഗം എത്ര ഡിസ്റ്റൻസ്? അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ഈസ് ഈക്വൽ ടു എത്ര എഴുതണം? 1.4 മീറ്റർ എന്ന് എഴുതാം. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ഈ ക്ലാസ്, 4th ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഉടൻ തന്നെ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും മാത്തമാറ്റിക്സിന്റെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.